ഓ വരുമ്പോ കൊണ്ടുവരട്ടാ. അല്ല സാധിക്കേ, വിസ ഇനി അടിക്കുന്നില്ലേ? ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചാ? അത് നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ചല്ലേ, വിസ ഞാൻ അടിക്കണില്ല. ഒന്നും കൂടി ആലോചിച്ചിട്ടൊക്കെ പോരെ സാധിക്കേ. ഒരുപാട് ആലോചിച്ചാ ഈ പോക്ക് നടക്കൂല മമ്മൂട്ടിയെ. ആ പറയണോണ്ടൊന്നും ഞാൻ വിചാരിക്കണ്ട. നാട്ടിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. അതന്നെ എനിക്കും പറയാനുള്ളത്. നീ പോയിട്ട് നീ എന്താ ചെയ്യാ? ബിനോ, എന്തൊക്കെ വർത്താനോ? സുഖല്ലേ? സായിക്കേ, നല്ല വർത്താനടാ. എടാ, ഞാൻ വിസ അടിക്കണില്ല. ഞാൻ നാട്ടു കൂടാനുള്ള പരിപാടിയാ. എൻ്റെ പാട്ട് കൂടാൻ തീരുമാനിച്ചു ഞാന്. സാധിക്കേ, തൽക്കാലം ഇപ്പൊ ഒന്നും കൂടി വിസ അടിച്ച്. ബിനു, അപ്പോ ഈ പറഞ്ഞില്ലടാ എൻ്റെ കടയില് പാർട്ണർഷിപ്പ് കൂട്ടാന്ന്. നാട്ടില് പരിപാടികളൊന്നും നടക്കുന്നില്ല, ഓരോ ചെറിയ കൂടെയാണ്. അത് കഴിഞ്ഞ് തന്നെയാണ് വിളിക്കാം. ആൻസേ, എവിടെ ചങ്ങായി? ഇലക്ഷന്റെ തിരക്കിലാ? ഞാൻ തന്നെ ചങ്ങായി ഗൾഫ് നിർത്തിയാണ്ട് കുടുങ്ങി നിൽക്കാണ്. കയ്യില് പൈസ ഇല്ലെങ്കിലേ കുടിക്കാർക്കും കൂടി നമ്മളെ പറ്റൂല ചങ്ങായി. ഏതായാലും ജയ് ശരിക്കും ആലോചിച്ചാണ്ട് നല്ലൊരു തീരുമാനം എടുത്തതാ. ഞാൻ ഇപ്പൊ എന്റെ അനുഭവമാണ് പന്നോട് പറയുന്നത്. അസ്സലാമു അലൈക്കും. എടാപ്പാ, എന്താ പേരിലൊക്കെ വർത്താനോ? സുഖല്ലേ? സാധിക്കേ, എന്താ വർത്താനം? ഇതിപ്പോ ഈ നേരത്തെ ഒരു വിളി? ഇവിടെ എന്താ സുഖമായിട്ട് പോകണ്ടേ? വേറൊന്നുമല്ല, ഞാനിഞ്ഞ് വിസ അടിക്കണില്ല എന്നുള്ളൊരു തീരുമാനമാണ്. അതൊന്ന് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. എന്ത് പിരാന്ത സാധിക്ക ജി പറയുന്നു? ഇവിടെ വന്നിട്ട് എന്ത് കാട്ടാനാ ജി? എന്തെങ്കിലുമൊക്കെ ചെയ്യടാപ്പാ, അല്ലെങ്കിൽ ഞങ്ങളെ മാതിരി ഒരു ഓട്ടോറിക്ഷ തണ്ട് ഓടും ഞാൻ. ഇവിടെ നിൽക്കുന്നവർക്ക് തന്നെ ഓട്ടല്ല. എന്നിട്ട് ആ ബജ്ജ് ഇവിടെ അവിടുന്ന് വന്നുങ്ങാണ്ട് പുതിയതായിട്ട് ഒരു വണ്ടി എടുത്ത് ഓടിയാല് അതുകൊണ്ടൊന്നും കുടുംബം പോവില്ല. എന്റെ തുണക്കാരൻ ചെറിയപ്പോ അതാ ക്യാൻസലാക്കി പോന്നിക്കണം. ഓന്റെ അവസ്ഥ ഒക്കെ ചോദിച്ചു നോക്ക് ജയ്. തൽക്കാലം വിസ അടിച്ചാൽ നോക്ക്. ഈ മാണ്ടാത്ത പണിക്കൊന്നും ഇപ്പൊ നിക്കണ്ട. വേറെന്താ, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഇവിടെ എലക്ഷന്റെ തിരക്കിലാണ്. അപ്പൊ ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാണ്ട്. എന്നാ ആയിക്കോട്ടെ, പിന്നെ വിളിച്ചോണ്ടി. സാധിക്കേ, അനക്ക് വളാപ്പിയും പറഞ്ഞ മാറ്റം എനിക്കും പറയല്ലേ. മണ്ണും കൂടി ആ വിസ അടിച്ചാണ്ട് കുറച്ചും കൂടി അവിടെ നിൽക്കാൻ നോക്കുക. അതേ കാര്യം നന്നാകുക. ഇതിനെ 2 കൊല്ലങ്ങളും ഈ യൂണിഫോം ഒന്ന് അയച്ചു വെച്ചിട്ട് എൻ്റെ കുട്ടികളെ കൂടെ ഒന്ന് ജീവിക്കണം എന്ന് വിചാരിച്ചു. പ്രവാസം അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാ പലതും നമ്മൾ മനസ്സിലാക്കുന്നത്. തൽക്കാലം ഈ വേഷം കണ്ട് തുടരാ. വിഷമിക്കണം സാധിക്കേ, നമുക്ക് സന്തോഷമായിട്ട് തിരിച്ചു പോകേണ്ട ഒരു ദിവസം. ഈ മണ്ണിൽ വന്നാൽ തിരിച്ചു വെക്ക് അത്ര എളുപ്പമല്ല മമ്മൂട്ടിയെ.